മറ്റൊരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട് തോന്നുന്നു. പൊതുവെ ദിലീപ് വളരെ കൂടുതൽ കാശ് ഇതിൽ നിന്ന് പറ്റുന്നു എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രചരണം, കുപ്രചരണമാവാം, അങ്ങനെ ഒരു സംഭവം പരക്കുന്നുണ്ട് കേരളത്തിൽ. എന്താണ് ശരിക്കും സത്യാവസ്ഥ? അങ്ങനെയുണ്ടോ? ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് റിസ്ക്കാണ്. ഈ സിനിമ ഇത് വർക്കൗട്ട് ആവോ ഇല്ലെന്നൊന്നും അറിയില്ല. കാരണം ഇത്രയും താരങ്ങൾ ഒന്നിച്ച് ഈ സിനിമയിൽ വരുമ്പോൾ എങ്ങനെ ഈ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം എന്ന് പറയുന്നത്, ആ സ്ഥലത്ത് നമ്മൾ വിൻ ചെയ്തതാണ്. അത് ഭയങ്കര റിസ്ക്കാണ് നമ്മൾ എടുത്തത്. ആ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 6-7 മാസം ജോലിക്ക് പോയിട്ടില്ല, ഈ സിനിമയുടെ പുറകെ തന്നെയായിരുന്നു. ഈ സിനിമ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്ന ആളുകൾ എനിക്ക് പൈസ ഇങ്ങോട്ട് തരൂ. എന്നെ വിശ്വാസമായിട്ട് ഏൽപ്പിച്ച എൻ്റെ സംഘടനയിലെ ആൾക്കാരോട് മാത്രം എനിക്ക് ഉത്തരം പറഞ്ഞാൽ മതി. വേറെ ആരെന്ത് പറയുന്നതിനെ കുറിച്ച് ഞാൻ ബോധേഡാണെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യില്ല. കാരണം ആദ്യമേ തുടങ്ങിയതായി ഈ സിനിമ ചെയ്യരുത്. എന്തിനാണ് ഇങ്ങനെ ഒരു തലവേദന എടുത്ത് തലയിലേക്കുന്നത്? ദിലീപിന് പറ്റുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, പിന്നീട് എനിക്ക് അബദ്ധമായിരുന്നേ. ഞാൻ പറഞ്ഞു, നമ്മളുടെ സംഘടന, അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു കാര്യം തീരുമാനിച്ചപ്പോൾ 4.5 വർഷം മുമ്പ് അനൗൺസ് ചെയ്താണ് അമ്മ ഒരു സിനിമ നിർമ്മിക്കുന്നു. 2.5 വർഷക്കാലം അത് നടന്നില്ല. അപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യാം, വീണ്ടും സ്റ്റേജ് ഷോയിലേക്ക് പോകാന്ന് പറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഞാൻ ചോദിച്ചത്, ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. അല്ല, അപ്പൊ ആ പ്രൊജക്ടിന്റെ നിർമ്മാണത്തിന്റെ സമയത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. 2.5 വർഷം ഇതുണ്ടായിരുന്നില്ല. ആരും ഇത് ഏറ്റെടുക്കാനൊന്നും വന്നില്ല. കാരണം അങ്ങനെ ഒരു ഓപ്പൺ ഇതിൽ വെച്ചതാണ്. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്, ഞാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ലാലേട്ടൻ ഈ സിനിമ ലാലേട്ടന് ചെയ്യാം, ലാലേട്ടന് പ്രൊഡ്യൂസ് ചെയ്യാം, മമ്മൂട്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ ഒരാൾ ഈ സിനിമയുടെ കൂടെ നിൽക്കണം. സുരേഷ് പ്രൊഡ്യൂസ്, ആർക്കും പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ ഒരാൾക്ക് ഈ സിനിമയുടെ കൂടെ നിൽക്കണം. ഈ സിനിമയ്ക്ക് എന്ത് സംഭവിക്കണം എന്നുള്ളത് ആ ആളുടെ തലയിലാണ്. ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത്രയും താരങ്ങൾ വരുമ്പോൾ ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ താരങ്ങൾ പൈസ വാങ്ങിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഈ സിനിമ നിങ്ങൾ കാണണം. അതിന്റെ ക്ലൈമാക്സ് മാത്രം എടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എക്സ്പെൻസാണ് വന്നിരിക്കുന്നത്. ഓരോ പാട്ടുകളും ഓരോ സീക്വൻസും. ഇത്രയും താരങ്ങളെ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് പബ്ലിക് റോഡിൽ വെക്കാൻ പറ്റില്ല. എല്ലാം ക്രിയേറ്റഡ് ആണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളും വണ്ടികളും ട്രാഫിക്കും എല്ലാം ക്രിയേറ്റഡ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നടുറോട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടെ പോണ വണ്ടികൾ വെച്ചിട്ടല്ല. ഒരു ട്രാഫിക് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും അത്രയും എക്സ്പെൻസ്. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇത് സാറ് കോസ്റ്റ് കൂട്ടുന്നുള്ള ഒരു വിഷയമില്ല, സാർ ഗംഭീര സിനിമ ഉണ്ടാക്കി തന്നെ ഞങ്ങൾക്ക്. അത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സാറിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ജോഷി സാറ് ഞങ്ങളോട് ഒരു ഈഗോ പോലും കാണിക്കും. ഞങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശവും അവസരം തന്നു. അപ്പൊ സാറ് കൂടെ ചേർത്താ കൊണ്ടുപോയത്. എന്ത് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിലും, നല്ല സാർ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഓക്കെ അങ്ങനെയാണോ, അങ്ങനെ പറയാനുള്ളൊരു ഞങ്ങളും തമ്മിൽ ഈഗോ ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ മലയാള സിനിമയിലെ വളരെ പ്രബലനായ ഒരു വ്യക്തി ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെതായിട്ട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമയിൽ വളരെ ചുരുക്കം പ്രമുഖരായ അഭിനേതാക്കൾ ഇല്ലാതായിട്ടുണ്ട്. അവരെ വെച്ചുകൊണ്ട് വീണ്ടും ഇതുപോലുള്ളൊരു വലിയൊരു പ്രൊജക്ടിന് സാധ്യതയുണ്ടോ? ഈ സിനിമയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളെല്ലാം ഞങ്ങൾ ഈ സിനിമയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ മുതൽ കാണുമ്പോൾ അറിയാം. അവരെല്ലാവരെയും കാണിച്ചിട്ട് ഈ സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ അങ്ങനെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വിഷമമുള്ള വ്യക്തി ആരാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ അടുത്ത സിനിമയിൽ നല്ല വേഷം കൊടുക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ഇനി ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ ബാക്കി എല്ലാവരും എത്രയോ പ്രൊഡ്യൂസർമാരെ ടെൻഷൻ അടിപ്പിച്ച് എത്രയോ ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സിനിമ കൊണ്ടുവരാൻ പെട്ട പാട് എനിക്കും ദൈവത്തിനും അറിയുള്ളൂ. മറ്റൊരു ചോദ്യം അമ്മമാരുടെ ഒരു ചോദ്യമാണ്. 2020 അമ്മമാരുടെ എന്ന് പറഞ്ഞാൽ അമ്മ എന്നല്ലേ പറയാൻ പറ്റില്ല, നമ്മുടെ അസോസിയേഷൻ അമ്മയല്ല, അമ്മമാരില്ല. ഒരുപാട് അമ്മകൾ സ്ത്രീ പ്രേക്ഷകരാണ് നമ്മുടെ 2020 റിപ്പോർട്ട്, ലൊക്കേഷൻ റിപ്പോർട്ട് ഫസ്റ്റ് പുത്തമ്പടത്തിൽ പോയപ്പോൾ അതിനുശേഷം അവർ വിളിച്ച് ചോദിച്ചതാണ്. ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്ത ഒരു സിനിമയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ചു മഞ്ജു വാര്യർ ഈ സിനിമയിൽ വരുമെന്ന്. എന്തുകൊണ്ടാണ് വരാഞ്ഞത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്ത്. അല്ല, ഇതില് മഞ്ജു വാര്യർ ഉണ്ടല്ലോ, മഞ്ജുനാഥയല്ലേ ഈ പടം ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ആ രീതിയിൽ തൃപ്തിപ്പെട്ടോട്ടെ. മഞ്ജുവിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾ ഇപ്പൊ ഇവിടെ സജീവമായി നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ വേഷമില്ലാണ്ട് നിൽക്കുക, മനസ്സിലായില്ലേ? അത് തന്നെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളില്ല ഇതില്. ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ഇതില് എല്ലാവരും ആപ്റ്റായ വേഷങ്ങളിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. വലിയ നടന്മാർ, ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം, നെടുമുടി വേണുവേട്ടൻ.
അല്ലെങ്കിൽ തിലകേട്ടൻ, ഇവർക്കൊന്നും പറ്റിയ വേഷം, നമ്മളുടെ ശക്തമായ ഒരു വേഷം ഈ സിനിമ ഉണ്ടായില്ല. എന്നിട്ട് വേണുവേട്ടൻ നമ്മളടുത്ത് പറഞ്ഞു ഒരു സീനാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ വന്ന് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വിളിച്ച ദിവസം വേണുവേട്ടന് വരാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ വേണുവേട്ടൻ ഈ സിനിമയിലുണ്ട്. എല്ലാവരും ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമ തുടങ്ങിയിരിക്കുന്നത്. പാക്കര എന്താ ഇത് അടികൊണ്ടത് എനിക്കല്ലേ? പാക്കര എന്തിനാ കരയുന്നേ? ടേക്ക് ഇറ്റ് ഈസി. എന്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ചിരിച്ചിട്ടില്ല. ഓഹോ, കൊലച്ചിരിയായിരുന്നല്ലേ? ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാലി ചപ്പിയ പോലെ എഴുവിനായത്. എന്തായിരുന്നു അടിയുടെ ആ ശബ്ദം? അത് അടിയുടെ ശബ്ദമല്ല, ആദ്യാനുരാഗത്തിന്റെ കവാടം മലർക്കയെ തുറന്ന ശബ്ദ. പാക്കര നോക്കിക്കോ, എന്നോട് കളിച്ചാൽ അവളെ മാത്രല്ല കൂടെയുള്ള അവളുടെ കൂട്ടുകാരിയെയും സ്നേഹം കൊണ്ട് അമ്മാനമാടി പ്രണയത്തിന്റെ നെറുകയിലെത്തിച്ച് ലവിന്റെ പടുവഴിയിലേക്ക് ചവിട്ടിയിടും. എന്നിട്ട് ഞാനൊരു കാമപ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കും. അശ്വതി നമ്പിയാരെ കുറിച്ച് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ അവളുടെ കൂടെ നടക്കുന്ന കുട്ടിയെ കുറിച്ച് മാത്രം ഒന്നും പറയാം. പറഞ്ഞാൽ അതിന് തറവാട്ടി പറഞ്ഞ കുട്ടിയാ. അതിന് അവളെ നേരത്തെ ഒരാൾ കണ്ണു വെച്ചിട്ടുള്ളതാണ്. അതിന്റെ കണ്ണ് വെപ്പാണോ? അതല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി നേരത്തെ ഒരു ഡോക്ടർ കണ്ണു വെച്ചിട്ടുള്ളതാണ്. ഓ, ഡോക്ടർ വിനോദ് മാസ്റ്റർ. ഇത് ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കഥയുടെ ഒരു രൂപരേഖ പൂർണ്ണമായും ഉണ്ടായിരുന്നു. ഇല്ല, ഇത് ഏറ്റെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലുണ്ടായിരുന്നത് എല്ലാ താരങ്ങളും ഉള്ള ഒരു പാട്ടാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിന്റെ ഡിസ്കഷൻ കാര്യങ്ങൾ നടക്കപ്പോൾ തന്നെ ഞാൻ ഓം ശാന്തി ഓം എന്ന് പറഞ്ഞ പടത്തിൽ ഞാനത് കണ്ടു. നമ്മുടെ ആ സ്വപ്നം അതിൽ കണ്ട് ആശ്വസിച്ചു. കാരണം ഇനിയിപ്പോൾ അത് നമ്മുടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറയും നമ്മളത് കോപ്പി അടിച്ചാന്ന് പറയും. ആദ്യത്തെ അട്രാക്ഷൻ അതായിരുന്നു. എല്ലാവരും ഒരുമിച്ചൊന്ന് പാട്ടൊന്ന് ആലോചിച്ചു എന്നുള്ളതായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതായി. പിന്നെ ഇതിൽ ഞാൻ ആദ്യം ജോഷ് സാറിന്, ഞാൻ സിബിയുദ്ദീൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ ഇങ്ങനെ സംഭവം ഏൽക്കാൻ പറ്റുമോ, നമ്മൾ ശ്രമിക്കാൻ പായി എന്ന് പറഞ്ഞു. ജോഷ് സാർ സാർ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുമോ? അപ്പോൾ സാറ് പറഞ്ഞു അത് വർക്കൗട്ട് ആവുമെന്നുള്ളൊരു ഡൗട്ട്. സാറ് പിന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറ് ചെയ്താൽ മതി, ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുദക്ഷിണ പോലെ. മലയാള സിനിമയുടെ ഞങ്ങളുടെ ഗുരുസ്ഥാനത്ത് ഭീഷ്മാചാര്യ എന്നൊക്കെ പറയുന്ന ആളാണ് ജോഷ് സാറ്. എല്ലാവരെയും വെച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ കറക്റ്റ് തോന്നി ജോഷ് സാറാണ് എനിക്ക് കറക്റ്റ്. ഇത് ഞങ്ങളുടെ ഒരു ഗുരുദക്ഷിണ എന്ന് പറയാൻ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം. അപ്പോൾ ഞാൻ സാറിന് പറഞ്ഞു, സാറും ഓക്കെ. പിന്നെ ഞാൻ രഞ്ജിത്തന്നെ വിളിച്ചിട്ട് നമ്മുടെ രഞ്ജിത്ത് രാജപുത്രയും രഞ്ജിത്തന്നെ വിളിച്ച് ചോദിച്ചു, രഞ്ജിത്തേട്ടാ ഇങ്ങനൊരു സംഭവം ഏറ്റെടുത്താൽ എൻ്റെ കൂടെ നിൽക്കൂ. ദിലീപ് ധൈര്യമായിട്ട് ഏറ്റെടുക്കുന്നു പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ, ഞങ്ങൾ 10-15 വർഷത്തെ ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ 2 സീരിയലിൻ്റെ പ്രൊഡക്ഷൻ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ദിവസവും ഫുൾ ടൈം സെറ്റിലുണ്ടായിട്ട് നമ്മുടെ ഈ സിനിമ അത്രയും കോപ്പറേഷനിലാണ് എൻ്റെ കൂടെ നിന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സൗഹൃദ ബന്ധമാണ് എൻ്റെ വിജയത്തിന് കാരണം. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ഒറ്റ ഇതല്ലല്ല, എൻ്റെ ഒറ്റയ്ക്കുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ ഫൈനൽ വേർഡ് പറയുന്നത് ഇപ്പോൾ ഡയറക്ഷൻ സെക്ഷനിൽ സാറും പ്രൊഡക്ഷൻ സെക്ഷനിൽ ഞാനുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇത്രയും ആളുകളുടെ സപ്പോർട്ട്, ഞാൻ ചെറിയൊരു ധൈര്യം കാണിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ ഒരു കൂട്ടായ്മ തന്നെയാണ്. അവസാനമായി എന്ന് ചോദിക്കുമ്പോൾ മോഹൻലാലും അതുപോലെ മമ്മൂട്ടിയും ഒക്കെ തിയേറ്റർ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ദിലീപ് എന്ന് പറയുന്ന നടൻ സ്റ്റേജുകളിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടനാണ്. തിയേറ്റർ പരീക്ഷണം നടത്താനുള്ള സാധ്യത ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല. ഇത് എൻ്റെ ഏത് സമയത്ത് തോന്നുന്നു അത് ചെയ്യുന്നു. ചിലപ്പോൾ ക്ലിക്കാവാം, ചിലപ്പോൾ പോവാം, ഒന്നും അറിയില്ല. അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും ദൈവം തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ സംഭവിച്ചേക്കാം, അത്രേ ഉള്ളൂ. അത് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാം അവരുടെ മുമ്പിൽ ഇവരെ ആക്കാം, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേത് സമയത്ത് എന്നെ കൊണ്ട് ദൈവം തോന്നിപ്പിക്കുന്നു ആ സമയത്ത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അല്ല, ഒന്നും പ്ലാനില്ല. പ്ലാനിങ് എല്ലാം മുകളിലാണ്.